ഹായ് നമസ്കാരം. ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് നിൽക്കാതെയുള്ള മഴയൊക്കെ തീർന്നു. ഇപ്പോൾ അത്യാവശ്യം ഇടയ്ക്കൊക്കെ വെയിലൊക്കെ വരുന്നുണ്ട്. മഴ ഉണ്ടെങ്കിൽ കൂടി ചെറുതായിട്ട് കാറ്റൊക്കെ ആയാലും ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം അതേപോലെ കുറുമക്കറിയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കുറുമയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളൊന്നുമുള്ള കുറുമയല്ല, ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടുന്ന ഒരു കുറുമക്കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചോറ് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ചോറ് അത്യാവശ്യം നല്ല വേവൊക്കെ ഉള്ള അരിയാണ്. ആദ്യം തന്നെ അടുപ്പിലൊക്കെ തീയൊക്കെ കത്തിച്ചതാ ചോറ് വെക്കാനായിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തു. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുക്കറിലാണ് കേട്ടോ കുറുമക്കറി ഉണ്ടാക്കുക. കുറുമക്കറി എന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഒരുപാട് വലിയൊരു സഹായമാണ് ഈ കുക്കർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും. കുക്കറിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയാണ് കേട്ടോ. കുക്കറിൽ വെച്ചാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ കുറുമക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കുറുമക്കറിയാണെന്ന് ഞാൻ പറയുമെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറവുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വലിയൊരു പാത്രത്തിൽ ഇത്തിരി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വലിയ നല്ല വൃത്തിയുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തുണിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കണം ആദ്യം. എന്നിട്ട് നമ്മളിതാ ഈ വെള്ളം വെച്ച പാത്രത്തിന് മുകളിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കും. അതായത് അത് വിരിച്ചിട്ടിട്ട് നല്ല വേറൊരു തുണി വെച്ചിട്ട് ചുറ്റൊന്ന് മുറുക്കി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്കിതാ നൂൽപുട്ട് പീച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 2-3 വലിയതാക്കി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇഡ്ഡലി തട്ടിലൊക്കെ ആകുമ്പോൾ ചെറിയതായിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ 3 ഒരു ഒപ്പം തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ പണി നമ്മൾ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. നല്ല വലിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുവാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആ തുണി കൊണ്ട് കെട്ടിയതിന് ബാക്കി നിൽക്കുന്ന ഭാഗം ഒന്ന് ചുരുട്ടിയെടുത്തതാ ഈ കെട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അഥവാ തീയൊക്കെ പാളി തീ പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നന്നാവണില്ല, നമുക്കിങ്ങനെ പീച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്, ടൈറ്റ് ആവണമെന്നൊക്കെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ തിളച്ച വെള്ളം ഉപയോഗിച്ച് ചെയ്താലാവട്ടെ അങ്ങനെ ആവുക. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ ആണ് ഞാൻ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കൽ. അപ്പോൾ ഒരുപാട് ടൈറ്റ് ആവരുത്. നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാകുന്ന പോലെ അത്രയും ടൈറ്റ് ആവരുത്. ഇതിനേക്കാൾ ഇത്തിരി കൂടി ലൂസാക്കി എടുത്താൽ നമുക്ക് പെട്ടെന്ന് പീച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു പ്രയാസമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതുപോലെയാണെങ്കിൽ ഒന്നിച്ച് വേവിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അത് നല്ല വൃത്തിയിൽ ഞാൻ നൂൽപുട്ടൊക്കെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് വേവിക്കണം കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളത് അടർത്തി എടുക്കുമ്പോൾ എവിടെ വെച്ചാൽ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തതിന് വെച്ചാൽ നമ്മുടെ ചട്ടുക നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ തുണിയിലാകുമ്പോൾ ചെറിയൊരു ഒട്ടി പിടിക്കൽ പോലെ ഉണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. 1 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടും ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് അമർത്തി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും വെന്തോ വെന്തില്ലേ എന്നുള്ളത്. അപ്പോൾ അതാ അടിപൊളി നൂൽപുട്ട് നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലിത്തട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഈ സൂത്രം ഒന്ന് പ്രയോഗിച്ച് നോക്കട്ടെ, അടിപൊളിയാണ്. അപ്പോൾ അതാ നമ്മുടെ നൂൽപുട്ടും കുറുമക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ കാര്യം കുശാലായിരുന്നു കേട്ടോ. അപ്പോഴേ ഇന്നലെ ചെറിയൊരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക ഇന്നലെ രാത്രി എരിശ്ശേരി വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞാനൊരു സൂത്രം ചെയ്തതെന്താ വെച്ചാൽ ചക്കയൊക്കെ നന്നായിട്ട് ചുളയൊക്കെ പറിച്ചെടുത്ത് നന്നായിട്ടൊരു പ്ലാസ്റ്റിക് കവറിലാക്കി ചുരുട്ടിയെടുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 4-5 ദിവസം വെച്ചാലും നമ്മുടെ ചക്ക മധുരിപ്പ് വരെ അല്ലെങ്കിൽ പഴുത്ത് പോകുകയൊന്നും ചെയ്യൂല. നമുക്ക് ചക്ക എരിശ്ശേരിയോ എന്താ പറയുക ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പഴുത്ത് പോകില്ല. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ചക്ക നല്ല സൂപ്പറായിട്ട് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത്തിരി ചക്ക എരിശ്ശേരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു, എടുത്ത് അരിയാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴത്തെ അടിപൊളി ചക്കരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാന്താരി മുളകൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള നല്ല എരിവൊക്കെ ഉണ്ട്. നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് ചേർത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ വർഷം ചക്ക കിട്ടിയാലും ഇല്ലെങ്കിലും ഇന്നത്തെ ചക്ക കൂട്ടാൻ സൂപ്പറായിട്ടുണ്ട്. അപ്പോഴേ അങ്ങനെ ഒരുവിധം അടുക്കളയിലെ യുദ്ധകോലാഹലങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ ആയപ്പോൾ നല്ലൊരു സന്തോഷം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ മഴയെ അടച്ച് പിടിച്ചൊക്കെ ആയിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നല്ല വെയിലൊക്കെ വന്നപ്പോൾ നല്ലൊരു സന്തോഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മന്ത്ലി റിവ്യൂ ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം ചെയ്ത വർക്കുകൾ റിവ്യൂ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പഴയ ഒരു JP-അച്ഛനാണ് കേട്ടോ. അപ്പോൾ അവരിവിടുന്ന് എന്താ പറയുക റിട്ടയറായി പോയതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങളെ കാണാനൊക്കെ വരാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ എല്ലാ പീസിലുള്ള എല്ലാവരെയും കാണാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ആൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ലഡ്ഡുമൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്.
ഇപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ ജാനകി സിസ്റ്റർക്ക് എല്ലാവിധ ആശംസകളും ഉണ്ട്. മോൻ്റെ കല്യാണമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ. കാര്യം എന്താ വെച്ചാൽ അവരൊക്കെ അവരുടെ വീട്ടുകാരെ പോലെ ആയിരുന്നു ഞങ്ങളെയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത്. സുഖമായാലും സന്തോഷമായാലും ഇനി ദുഃഖമായാലും എന്തെങ്കിലും സങ്കടം വന്നാലും ഒക്കെ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഞങ്ങളോടൊക്കെ ഇടപഴകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമായി തന്നെ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പോണത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ഉണ്ട്, അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവർ ചെറിയൊരു വയ്യായിക ഉണ്ട്. അപ്പോൾ ആളെന്ന് കാണാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നിന്നെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അവരോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആൾ പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ ആകെ സർപ്രൈസ് ആയി പോയിട്ടോ. അപ്പോൾ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് ഞങ്ങൾ വരുന്നുണ്ടെന്നൊന്നും പറയണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ചെന്നതാണ്. ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് പോരാന്ന് മാത്രം കരുതി പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന ശേഷം ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അവരുടെ വീട്ടിൽ കുറേ പെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പൂച്ച ഉണ്ട്, പിന്നെ ലവ് ബേർഡ്സ്, അതേപോലെ നായ്ക്കുട്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പൂച്ചകളുണ്ട്, അകത്തും പുറത്തൊക്കെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോരാനായിട്ട് നിൽക്കണം. അപ്പോൾ ഇതാ കുറേ പറയാതെ ചെന്നതിൻ്റെ കുറേ പരിഭവമൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് വന്നുകൂടായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് ആളെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.